നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPL ആരംഭിക്കാനുള്ള ദിനങ്ങൾ എണ്ണി തീർക്കുകയാണ് ആരാധകർ. ഇതാ 10 ദിവസം മാത്രം ഇനി ബാക്കി. ഇന്നലെ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ക്യാപ്റ്റനായിട്ട് ഇഷാൻ കിഷനെ പ്രഖ്യാപിച്ചതോടുകൂടി ഇത്തവണത്തെ IPL ഓൾ ഇന്ത്യൻ ക്യാപ്റ്റന്മാരാണ്. എല്ലാ ടീമിനെയും നയിക്കുന്നത് ഇന്ത്യക്കാരായ നായകന്മാരാണ്. പാറ്റ് കമിൻസ് ആണല്ലോ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നയിച്ചിരുന്നത്. അദ്ദേഹത്തിന് പരിക്കാണ്. കുറച്ച് മത്സരങ്ങൾ അദ്ദേഹത്തിന് മിസ് ചെയ്യും. അപ്പോൾ അദ്ദേഹം മടങ്ങി വരുന്നത് വരെ ഇഷാൻ കിഷനാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നയിക്കാൻ പോകുന്നത്. അഭിഷേക് ശർമ്മക്ക് സാധ്യതയുണ്ട് എന്ന വാർത്തകൾ വന്നിരുന്നു. നമ്മളത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അഭിഷേക് ശർമ്മയെയും പരിഗണിച്ചിട്ടുണ്ട്. അദ്ദേഹം വൈസ് ക്യാപ്റ്റൻ ആയിരിക്കും എന്ന് ഇന്നലെ ഒഫീഷ്യലി സൺറൈസേഴ്സ് ഹൈദരാബാദ് അറിയിച്ചു. Pat Cummins will miss a few games while recovering from injury. Until he recovers, Ishan Kishan will be the captain and Abhishek Sharma will be the vice captain എന്നാണ് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നത്. അപ്പോൾ നോക്കാം, ഇത്തവണത്തെ IPL 10 ടീമുകളെയും നയിക്കുന്നത് ഇന്ത്യൻ താരങ്ങളാണ്. CSKയുടെ ക്യാപ്റ്റൻ രുദ്രാജ് ഗെയ്ക്വാദാണ്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ സീസണിലൊക്കെ അദ്ദേഹം തന്നെയായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിനെ നയിക്കുക അക്സർ പട്ടേലാണ്. T20 വേൾഡ് കപ്പ് ജയിച്ച ഇന്ത്യൻ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനാണ് അദ്ദേഹം. ഗുജറാത്ത് ടൈറ്റൻസിനെ നയിക്കുക ശുഭ്മൻ ഗില്ലാണ്. ഇന്ത്യൻ ഏകദിന ടെസ്റ്റ് ടീമുകളുടെ നായകനാണ് അദ്ദേഹം. KKR അവരുടെ നായകനായിട്ട് ഇത്തവണയും അജിങ്ക്യ രഹാനെ തന്നെയെന്ന് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അജിങ്ക്യ രഹാനെ KKRനെ നയിക്കും. അതേസമയം LSGയുടെ ക്യാപ്റ്റനായിട്ട് ഋഷഭ് പന്ത് തുടരും. പിന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ നായകനാര് എന്ന ചോദ്യമേ ഇല്ല. അതിപ്പോൾ ഹാർദിക് പാണ്ഡ്യയാണ് 2-3 സീസണായിട്ട് നയിക്കുന്നത്. അദ്ദേഹം തന്നെ ആയിരിക്കും നായകൻ, ഹാർദിക് പാണ്ഡ്യ. പഞ്ചാബ് കിങ്സിനെ ശ്രേയസ് അയ്യർ നയിക്കുമ്പോൾ RR പുതിയ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചു. സ്വാഭാവികം, കാരണം അവരുടെ ക്യാപ്റ്റനായിരുന്ന സഞ്ജു സാംസനെ ട്രേഡ് ചെയ്തിട്ടുണ്ടല്ലോ. സഞ്ജു ഇപ്പോൾ CSKയിലാണ്. അപ്പോൾ RR പുതിയ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചത് റിയാൻ പരാഗിനെയായിരുന്നു. അത് ഒരു സർപ്രൈസ് നീക്കമൊന്നും ആയിരുന്നില്ല. കഴിഞ്ഞ തവണയും സഞ്ജുവിന് പരിക്ക് പറ്റിയപ്പോൾ പരാഗ് ടീമിനെ നയിച്ചിരുന്നു. സോ പ്രതീക്ഷിച്ച ഒരു നീക്കം തന്നെയായിരുന്നു അത്. രജത് പട്ടിദാറാണ് RCBയുടെ ക്യാപ്റ്റൻ. കഴിഞ്ഞ തവണ കിരീടം ചൂടിയത് പട്ടിദാറിൻ്റെ കീഴിലാണ് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ പട്ടിദാർ തന്നെ ഈ തവണയും ടീമിനെ നയിക്കും. പിന്നെ ഇനീഷ്യൽ ഫ്യൂ ഗെയിംസിനാണെങ്കിലും സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഇഷാൻ കിഷനും നയിക്കുന്നതോടെ ഇത്തവണ IPL തുടക്കത്തിലെങ്കിലും ഓൾ ഇന്ത്യൻ ക്യാപ്റ്റൻസാണ്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.